സോ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പുതിയൊരു അടുത്ത വീഡിയോ ആയിട്ട് തേർഡ് പാർട്ടായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്, മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ. ഇതിപ്പോൾ നമുക്ക് ഇന്നാണെങ്കിൽ ഡയമണ്ട് ആർമർ ഫുള്ളായിട്ട് സെറ്റാക്കണം. അപ്പം പിന്നെ അതാണ് മെയിനായിട്ടുള്ള പ്ലാന്. പിന്നെ കുറച്ച് വേറൊരു ചെറിയൊരു റീസോഴ്സ് കളക്ട് ചെയ്യുന്നൊരു ഇതും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ രണ്ട് പ്ലാനാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ മൈനിങ്ങിന് ഇറങ്ങാൻ ഗൈസ്. പിന്നെ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ കുറച്ച് ലോങ് ആണ് ഗൈസ്, കുറച്ച് കണ്ടവർ മാത്രം കണ്ടാൽ മതി ഗൈസ്. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കുക ഗൈസ്. സെക്കൻഡ് വീഡിയോ സപ്പോർട്ട് കുറഞ്ഞ് ഗൈസ്, സപ്പോർട്ട് എന്നാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഗൈസ് മാക്സിമം. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് സെറ്റാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. കാരണം വോയിസ് ഓവർ കൊടുക്കുന്നതിന് ഞാൻ തോന്നുന്നു എനിക്ക് നല്ലതെന്ന് മനസ്സിലായി ഗൈസ്. കാരണം ഫസ്റ്റ് വീഡിയോയിലാണെങ്കിൽ വോയിസ് കിട്ടിയില്ല, അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി. സെക്കൻഡ് വീഡിയോയിലാണെങ്കിൽ വോയിസ് ക്ലിയർ ഇല്ല, അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ടി. പിന്നെ തേർഡ് വീഡിയോ വെറുതെ ഒച്ച വെച്ചെടുക്കേണ്ട വെച്ചിട്ട് മുണ്ടാണ്ട് എടുത്തത്, അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഗൈസ്. അപ്പം വോയിസ് ഓവർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം എല്ലാവരും കണ്ടോളൂ ഗൈസ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് കുറേ ഫുള്ള് ഡയമണ്ടാണ് കിട്ടാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങളിനി ഫുള്ളായിട്ടൊരു ഫീൽഡെല്ലാം ഇത് കണ്ടോ. ഞാൻ ടോർച്ച് എടുക്കാമെന്ന് മറന്നുപോയി, അത് ഞാൻ പോയി എടുത്തു ഗൈസ്, ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടോ ഫുള്ള് സ്പീഡാണ്. ഇനി ഇത്രയും നേരം സ്പീഡാണ് കണ്ടത്, ബാക്കിയും കൂടി കണ്ടോ. ഇനിയാണ് ഫുൾ ഡയമണ്ട് സെറ്റ് ആക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ 22 ഡയമണ്ട് ഉണ്ട്, പിന്നെ ഇവിടെയുണ്ട് ഒരു 10 ഡയമണ്ട്, നമുക്ക് 32 ഡയമണ്ടാണ് ഗൈസ്. അപ്പം ഇപ്പോൾ ഇവിടെയും ആർമർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കുറേ പ്ലാൻസ് ഉണ്ട് ഗൈസ്.
പിന്നെ ഈ വീഡിയോയുടെ ലൈറ്റ് ആകുന്ന എന്താണെന്ന് വെച്ചാൽ വേറെ കുറേ പ്ലാൻസ് ഉണ്ട്. ഞാൻ സെക്കൻഡ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ കുറേ പണിയിലായിരുന്നു, അതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇടാൻ ലേറ്റ് ആയത്. ഇനി 4th എപ്പിസോഡൊക്കെ ലേറ്റ് ആവില്ലായിരിക്കും. വേറെ പിന്നെ 50 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ടാക്കി 50 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. എന്നാലേ ഉള്ളൂ നമുക്ക് ലൈവ് ഇടാൻ പറ്റും. ലൈവ് ഇടാൻ ഞാൻ ഉറപ്പായിട്ടും. പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഫുള്ള് സെറ്റ് ആർമറെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അടുത്ത എപ്പിസോഡ് മുതൽ പ്ലാൻസും കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ വില്ലേജ് എല്ലാം കണ്ടുപിടിക്കണം, അങ്ങനെ കുറേ പ്ലാൻസ് എല്ലാം ഉണ്ട് ഇനി. അപ്പം എല്ലാവരും കണ്ടോ ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഈ അയണ ആർമറെല്ലാം മാറ്റിയാണ് ഗൈസ്, പഴയ ആർമറെല്ലാം മാറ്റി അയണിൻ്റെ ബൂട്ടാക്കിയിട്ടില്ലായിരുന്നു ഗൈസ്. മനസ്സിൽ നമ്മൾ ഗോൾഡിൻ്റെ ഇട്ടത് അയണിൽ എത്താത്തതുകൊണ്ട്. പക്ഷേ അതില്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഡയമണ്ട് സെറ്റ് ആക്കി ഗൈസ്. പിന്നെയാണെങ്കിൽ ഇനി 3 ഡയമണ്ടേ ഉള്ളൂ ഇനി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ടൂൾസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ തിരിച്ച് അയലിലോട്ടാവേണ്ടി വരും, അല്ലെങ്കിൽ ഡയമണ്ട് മൈൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് അടുത്തത് ഇപ്പോൾ സെറ്റാണ്. ഇപ്പം അടുത്ത എപ്പിസോഡിൽ ഇനി വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ അത് ബ്രീഡ് ഉണ്ടാക്കണം, അതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൻ്റെ ഗോൾസ് ഗൈസ്. ബ്രീഡ് ഉണ്ടാക്കണം, അതാണ് അടുത്ത എപ്പിസോഡ്. പിന്നെ ഗൈസ് പിന്നെ അതിന് അങ്ങോട്ടാണ് ഗൈസ് ഫുൾ സെറ്റാക്കാൻ പറ്റുന്നത്, അത് കഴിഞ്ഞിട്ടാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ആർമർ ഫുൾ ഇട്ടിട്ടുണ്ട്.